ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതൊരു 2.2 ഡിജിറ്റൽ ആംപ്ലിഫയർ ആണ്. ഇതിൽ HDMI, ARC, ഒപ്റ്റിക്കൽ ഇൻപുട്ട്, കൊയാക്സിയൽ, കരോക്കെ, USB, ബ്ലൂടൂത്ത് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു അടിപൊളി ആംപ്ലിഫയർ ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റിമോട്ട് കിറ്റ് G-Star ഓഡിയോസിൻ്റെ റിമോട്ട് കിറ്റാണ്. 2.1 റിമോട്ട് കിറ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാസ്, ട്രബിൾ, മൈക്ക്, വോളിയം, എക്കോ എല്ലാം നമുക്ക് റിമോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല പക്ക ക്ലാരിറ്റി ആയിട്ട് കിട്ടും. പ്രത്യേകിച്ച് നമുക്കൊരു മൈക്ക് ബോർഡിൻ്റെ ആവശ്യമില്ല. എല്ലാം ഒരൊറ്റ ബോർഡിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നൊരു ഡിജിറ്റൽ ആംപ്ലിഫയർ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് സൈഡിൽ 2 സബ് ഔട്ട്, ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട്, പവർ ഇൻപുട്ട്, പിന്നെ അതിൻ്റെ ഒപ്റ്റിക്കൽ ഇൻപുട്ട്, കൊയാക്സിയൽ, HDMI ഇൻപുട്ട്, 2 കൂളിംഗ് ഫാൻ്റെ പോർട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2 HDMI, ഒപ്റ്റിക്കൽ, കൊയാക്സിയൽ, ഓക്സ് ഇൻപുട്ട്. അടിയിലായിട്ട് ബനാന സോക്കറ്റുകൾ സ്പീക്കർ ഔട്ട്പുട്ടാണ്. സബിൻ്റെ 2 ഔട്ട്പുട്ട്, ചാനൽ ഔട്ട്പുട്ട്. ഇത്രയാണ് ബാക്ക് സൈഡിൽ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ നമ്മൾ 2mm 2 ഷീറ്റ് ഒട്ടിച്ചിരിക്കുന്ന അക്രിലിക് ഷീറ്റിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. നല്ല ഹെവിയാണ്. ഇപ്പോൾ ഇതാണ്ടല്ലേ ഫ്രണ്ട് ലുക്ക്. ബ്ലാക്ക് മാറ്റ് വിത്ത് ഗ്ലോസി ഫിനിഷിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഇൻസൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമർ എപ്പോഴും നമ്മൾ ടൊറോയിഡ് ട്രാൻസ്ഫോർമറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ടൊറോയിഡ് ട്രാൻസ്ഫോർമറാണ്, ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോർമറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ കുമാർ ഓഡിയോസിൻ്റെ ബോർഡുകളാണ് പൂർണ്ണമായും യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റീരിയോയ്ക്ക് 4 ട്രാൻസിസ്റ്റർ സ്റ്റീരിയോ ബോർഡ്. ഔട്ട്പുട്ടിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് 2 മോണോ ബോർഡുകളാണ്. 4 ട്രാൻസിസ്റ്റർ, 2 മോണോ ബോർഡുകൾ. അതൊരു 250 വാട്ട്സിന് മുകളിൽ ഔട്ട്പുട്ട് തരും. നല്ല ഗെയിൻ ഉള്ളൊരു റിമോട്ട് കിറ്റാണ്. ഇതിനുള്ള എക്സ്ട്രാ നമ്മൾ സബ്വൂഫർ ഫിൽറ്റർ ബോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. VIയുടെ സബ്സോണിക് ഫിൽറ്ററാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബേസ് നമുക്ക് കിട്ടും. നല്ല പക്ക ക്ലാരിറ്റി ഉള്ള ബേസ് നമുക്ക് കിട്ടും. നല്ല സ്മൂത്ത് പഞ്ച് ബേസാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പവർ സപ്ലൈയിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് 10,000 മൈക്രോ ഫാരഡ് 4 കപ്പാസിറ്ററാണ്. 8 സപ്ലൈ ആണ്, സിംഗിൾ സപ്ലൈ. അതായത് 27 16 ആംപിയർ സപ്ലൈ ആണ് മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ G-Starൻ്റെ 2.1 റിമോട്ട് കിറ്റുമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ റിമോട്ട് കിറ്റിൻ്റെ റിമോട്ടിൽ നമുക്ക് എല്ലാ ഫങ്ഷനും നമുക്ക് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് പാനൽ സ്വിച്ച് ഞെക്കിക്കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് മാറ്റാവുന്നതാണ്. HDMI, ARC കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റായി കണക്റ്റ് ആവുന്നതാണ്. USB കണക്ട് ചെയ്താലും ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ആകുന്ന രീതിയിലാണ് ഈ റിമോട്ട് കിറ്റ് വർക്ക് ചെയ്യുന്നത്. റേഡിയോ ആയാലും എല്ലാം നല്ല പക്ക ക്ലാരിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് HDMI, ARC കണക്ഷനാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു ഡോൾബി സൗണ്ട് കേൾക്കുന്ന അതേ ക്ലാരിറ്റിയിൽ നമുക്ക് ARC വഴി നമുക്ക് ഓഡിയോ നമുക്ക് കേൾക്കാൻ സാധിക്കും. നല്ല ക്ലാരിറ്റിയാണ്. ഒരു ചെറിയൊരു വീട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ധാരാളം മതി. ഇതിൽ 2 സബ് ഔട്ടുണ്ട്. റിമോട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. മോഡ്, മൈക്ക്, എക്കോ ആൻഡ് ഡിലേ ബട്ടൺ, പിന്നെ ട്രബിള്, സബ്വൂഫർ, ബേസ് എല്ലാം നമുക്ക് റിമോട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ആമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ട്രബിൾ. നമ്മൾ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രബിൾ 0-ലായിരിക്കും. നമുക്ക് ട്രബിൾ ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ബേസ് എപ്പോഴും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച അതേ രീതിയിൽ തന്നെ ആയിരിക്കും. എന്താണ് സബ്വൂഫർ, വോളിയം നമുക്ക് റിമോട്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മാനുവലായിട്ട് നമ്മൾ 2 കൺട്രോൾ കൊടുത്തിട്ടുണ്ട് 2 സബ് ഔട്ടിന് വേണ്ടി. നമുക്കിതിൻ്റെ ഈ ഇൻപുട്ടുകളെ കുറിച്ച് പറയാൻ നമുക്കിതിൽ ഫ്ലാഗ്, വേവ് എല്ലാ ഫയൽസും
അത്യാവശ്യം എല്ലാ ഫയൽസും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റിമോട്ട് കിറ്റാണ്.